നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 9ഉം 6ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സംശയത്തിന്റെ പേരിൽ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്നത്. കലഞ്ഞൂർ പാടം എരുത്വാപ്പുഴയിലുണ്ടായ ഇരട്ട കൊലപാതകത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുട്ടികളുടെ അച്ഛൻ ബൈജുവും അമ്മ വൈഷ്ണയും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് വൈഷ്ണ സമീപത്തെ സുഹൃത്തിന്റെ അതായത് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പിന്നീടാണ് ബൈജുവിന്റെ കയ്യിലിരുന്ന വെട്ടുകത്തിയിൽ 2 ജീവനുകൾ ഇല്ലാതായത്. ഇവിടെ വേദനിക്കുന്ന ഓർമ്മകളായി കണ്ണീർ കാഴ്ചയായി മാറുന്നത് ഈ 2 കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. അച്ഛന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചതും ഈ കേസിൽ അച്ഛൻ ജയിലിലാകുമ്പോഴും തണലറ്റു പോകുന്നത് ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും ഭാവി ജീവിതവുമാണ്. തിങ്കളാഴ്ച രാവിലെ തന്നെ കുട്ടികളെ വൈഷ്ണയുടെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോഴും കുട്ടികൾ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നും അച്ഛൻ എവിടെയെന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് പരിക്കേറ്റ ആശുപത്രിയിലാണെന്ന് മാത്രമാണ് ബന്ധുക്കൾ കുട്ടികളോട് തൽക്കാലം പറഞ്ഞിട്ടുള്ളത്. ഞായറാഴ്ച രാത്രി മുതൽ വീട്ടിലേക്ക് ആളുകൾ എത്തുമ്പോഴെല്ലാം ഈ കുഞ്ഞുങ്ങൾ ഒന്നും അറിയാതെ ചിരിക്കാതെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ കണ്ട ബന്ധുക്കളും അയൽവാസികളും അവരുടെ മുൻപിൽ വെച്ച് ഈ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പോലും തയ്യാറായിട്ടുമില്ല. മൺകട്ട കെട്ടിയ അരക്ഷിതാവസ്ഥയിലുള്ള വീട്ടിൽ നിന്ന് തൊട്ടു താഴെ പണി പൂർത്തിയാകുന്ന വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശനം സ്വപ്നം കണ്ടു നടന്ന ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ഇനി എല്ലാ പ്രതീക്ഷകൾ മാത്രം. ഒപ്പം ഇവിടേക്ക് കൈപിടിച്ചു കയറ്റുവാൻ അമ്മ അരികിലില്ലെന്നറിയാതെ അവർ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്ന കാഴ്ചയായിരുന്നു ആ വീട്ടിലെത്തിയവർ കണ്ടത്. കുട്ടിക്കാലം മുതൽ പാടം പ്രദേശത്ത് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് വിഷ്ണുവും പ്രതിയായിട്ടുള്ള ബൈജുവും. മരമുറിക്കൽ ഉൾപ്പെടെയുള്ള ജോലിക്ക് പോകുന്നതും ഇരുവരും ഒരുമിച്ച് തന്നെയാണ്. കൊലപാതകത്തിന് അരമണിക്കൂർ മുൻപ് വരെ ഒരുമിച്ച് കാര്യം പറഞ്ഞിരുന്നവർ. പെട്ടെന്നാണ് അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവിടെ അരങ്ങേറിയത്. ഇതുതന്നെയാണ് ബൈജുവും വൈഷ്ണയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സ്കൂൾ തലം മുതൽ സ്നേഹിച്ച് ഒപ്പം ചേർന്നതാണ് ഇരുവരും. ഇതിനുശേഷം 10 വർഷം മുമ്പ് ബൈജുവിനൊപ്പം വൈഷ്ണ ഇറങ്ങിച്ചെന്ന് വിവാഹിതരാവുകയായിരുന്നു. ഇത്തരത്തിലുള്ള സൗഹൃദവും പ്രണയവുമാണ് അവിഹിതമെന്ന സംശയത്തെ തുടർന്ന് ഒരു വെട്ടുകത്തിയുടെ മൂർച്ചയിൽ ഇല്ലാതായിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ പാടം പടയണിപ്പാറ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ആവശ്യത്തിനുള്ള തടി മുറിക്കുന്ന ജോലിയിൽ ബൈജുവും വിഷ്ണുവും ഒരുമിച്ചുണ്ടായിരുന്നു. ഇവിടെ നിന്ന് രാത്രി 10:30 ഇരുവരും വീടുകളിലേക്ക് പിരിഞ്ഞത്. അതിനുശേഷമാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വൈഷ്ണയുടെ കയ്യിലെ രഹസ്യ ഫോൺ ബൈജു കണ്ടെത്തിയത്. പിടിച്ചുവാങ്ങി പരിശോധിച്ചപ്പോൾ അതിൽ വിഷ്ണുവിനെ അയച്ച വാട്സപ്പ് മെസ്സേജുകൾ മാത്രമാണുള്ളത്. രഹസ്യ ചാറ്റുകളുടെ പേരിൽ പിന്നീട് ബൈജുവും വൈഷ്ണവും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി. അടികിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വൈഷ്ണ ഇറങ്ങി തൊട്ടടുത്തുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്ക് എത്തി. പാടം പോലൊരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമത്തിൽ നടന്ന ഇരട്ട കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് ഗ്രാമവാസികൾ. എപ്പോഴും ഒരുമിച്ച് കാണാറുള്ള സുഹൃത്തുക്കളിൽ ഒരാൾ വെട്ടിക്കൊന്നുവെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ് ഗ്രാമവാസികൾ. അധ്വാനിച്ച് ജീവിക്കുന്ന ബൈജുവിനെയും വിഷ്ണുവിനെയും കുറിച്ച് നല്ലത് മാത്രമേ നാട്ടുകാർക്ക് പറയാനുള്ളൂ. വിഷ്ണുവിന്റെ വാടക വീട്ടിലെത്തിയവർ ഒറ്റ പ്രാവശ്യമേ ആ സിറ്റൗട്ടിലേക്ക് നോക്കിയുള്ളൂ. സിറ്റൗട്ടിൽ മുഴുവൻ രക്തം തളകെട്ടി കിടക്കുകയാണ്. വീടിന്റെ മുൻപിലത്തെ കതകിലും ഭിത്തിയിലും റോഡിലേക്കുള്ള വഴിയിലും രക്തം പടർന്ന് കിടപ്പുണ്ട്. ഈ കാഴ്ച ആരുടെയും മനസ്സിനെ തകർക്കുന്നതാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ഷാജി പാടും പറഞ്ഞിരിക്കുകയാണ്.